കേരള ഭാഷയിലുണ്ടായ ആദ്യ വ്യാകരണ ഗ്രന്ഥം ലീലാതിലകം. കേരള ഭാഷയിലുണ്ടായ ആദ്യ വ്യാകരണ ഗ്രന്ഥമാണ് ലീലാതിലകം. ലീലാതിലകത്തിൻ്റെ പ്രതിപാദന രീതി സൂത്രം, വൃത്തി, ഉദാഹരണം. സൂത്രം, വൃത്തി, ഉദാഹരണം. ലീലാതിലകം ആദ്യമായി പരിഭാഷപ്പെടുത്തിയത് അപ്പൻ തമ്പുരാൻ. 8 ശില്പങ്ങളിൽ ആദ്യത്തെ ഒരു ശില്പമാണ് അപ്പൻ തമ്പുരാൻ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. മണിപ്രവാള ഭാഷയുടെയും പാട്ടിൻ്റെയും പ്രമാണലക്ഷണ ഗ്രന്ഥം ലീലാതിലകം ആകുന്നു. മണിപ്രവാളത്തെ തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെ? 5 ആയി തരംതിരിക്കുന്നു. ഉത്തമം, ഉത്തമകൽപ്പം, മധ്യമം, മധ്യമകൽപ്പം, അധമം എന്നിങ്ങനെ. ലീലാതിലകം മുഴുവനായി പരിഭാഷപ്പെടുത്തിയത് ആര്? ആറ്റൂർ കൃഷ്ണപിഷാരടി. ലീലാതിലകം മുഴുവനായി പരിഭാഷപ്പെടുത്തിയത് ആറ്റൂർ കൃഷ്ണപിഷാരടി. ലീലാതിലകത്തിലെ ഭാഷാസംവാദം ഏത്? കൂന്തൽവാദം. ലീലാതിലകത്തിലെ ഭാഷാസംവാദം കൂന്തൽവാദം എന്നറിയപ്പെടുന്നു. മണിപ്രവാളത്തിൽ ചോളഭാഷയുണ്ടെന്ന് സ്ഥാപിക്കാൻ പൂർവപക്ഷ പണ്ഡിതർ ചൂണ്ടിക്കാണിക്കുന്ന പദങ്ങൾ: കൂന്തൽ, കുഴൽ, കൊങ്കൈ. മണിപ്രവാളത്തിൽ ചോളഭാഷയുണ്ടെന്ന് സ്ഥാപിക്കാൻ പൂർവപക്ഷ പണ്ഡിതർ ചൂണ്ടിക്കാണിക്കുന്ന പദങ്ങൾ: കൂന്തൽ, കുഴൽ, കൊങ്കൈ. പാട്ടിന് ലീലാതിലകകാരൻ കൊടുക്കുന്ന ലക്ഷണം: ദ്രമിഡ സംഘാതാക്ഷര നിബന്ധ മെതുകമോന വൃത്ത വിശേഷയുക്തം പാട്ട്. പാട്ടിന് ലീലാതിലകകാരൻ കൊടുക്കുന്ന ലക്ഷണം: ദ്രമിഡ സംഘാതാക്ഷര നിബന്ധ മെതുകമോന വൃത്ത വിശേഷയുക്തം പാട്ട്. ലീലാതിലകകാരൻ മണിപ്രവാളത്തിന് നൽകുന്ന ലക്ഷണം എന്ത്? ഭാഷാ സംസ്കൃതയോഗോ മണിപ്രവാളം. ലീലാതിലകകാരൻ മണിപ്രവാളത്തിന് നൽകുന്ന ലക്ഷണം എന്ത്? ഭാഷാ സംസ്കൃതയോഗോ മണിപ്രവാളം.